ഫ്രീലാൻസ് ആയിട്ടൊക്കെ. ഓക്കെ. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ പൈത്തന്റെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക, അതുപോലെ തന്നെ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് ഒക്കെയാണ് എന്ത് ചെയ്തത് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ പഠിച്ചതൊന്ന് എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ പഠിച്ച എന്താ വെച്ചാൽ പൈത്തൺ എന്താണ്, പൈത്തന്റെ വേരിയബിൾസ് എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണെന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെയാണ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെയാണ് എന്ത് പറയുക, വേരിയബിൾസ് എന്ന് പറയുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമുക്ക് 5 എന്ന് പറഞ്ഞൊരു വാല്യൂ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ആ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലോട്ടാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്, 5 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഞാൻ നല്ല ബേസിക് ആയിട്ട് വേരിയബിൾസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിന് എന്ത് ചെയ്തു, കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിൾസ് എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതെന്ന്. ഇന്നലെ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓപ്പൺ, അതായത് മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയാവോ, എങ്ങനെയൊക്കെയാണ് നമ്മൾ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് റൂൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂൾസ് ആരെങ്കിലും ഒന്ന് പറയാവോ? ഹലോ, ഇന്നലെ കയറിയ അതുൽ, മുഹസിന. നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. പക്ഷെ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ആൽഫബറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വൈറ്റ് സ്പേസ് പാടില്ല. എന്താ പിന്നെ മെയിൻ കാര്യം ഒരു കാര്യം കൂടിയാണ്, കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയി. സീനില്ല, ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് എന്ത് നമുക്ക് ഒരു വേരിയബിൾ നെയിം ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ എന്താണ് ഇവിടെ a = 5 എന്ന് കണ്ടില്ലേ, അത് കറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്, വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഞാൻ അവിടെ 1 2 a കൊടുത്തു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ മറ്റ് 1 2 3 കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, #1 2 3. ഇതിൽ ഇൻവാലിഡും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇതിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? തേർഡ് വൺ. ഹലോ, പറയും. തേർഡ് വൺ, സിക്സ്ത് വൺ. ഇത് ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ, നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഇത് ഇൻവാലിഡ് ആണോ അതോ വാലിഡ് ആണോ? ഇൻവാലിഡ്. ഇൻവാലിഡ്. റീസൺ? ഡിജിറ്റ് വെച്ച് തുടങ്ങാൻ പാടില്ല. ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, അറ്റ്. അത് ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ? ഇൻവാലിഡ്. ഇൻവാലിഡ് ബിക്കോസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അവിടെ അണ്ടർസ്കോർ ABC എന്നിട്ടാ അത് വാലിഡ് ആണോ? അത് വാലിഡ് ആണ്. അതുപോലെ തന്നെ ഹാഷ് ഇട്ടാ അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഹാഷിന് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്തായിരുന്നു പറയാവോ? ഹാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? സിംഗിൾ ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ കമാൻഡ്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്തു, ഓക്കെ, ഇതെന്തായിരുന്നു, AZSD. അത് ഇൻവാലിഡ് അല്ലേ? വാലിഡ് അല്ലേ? കാരണം അതെന്താണ്, കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇതെന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്, ഇതും വാലിഡ് ആണ്. ഓക്കെ, അപ്പോ ഇന്നലെ പറഞ്ഞത് ഫസ്റ്റ് കൺസെപ്റ്റ് റൂളിംഗ് ആണ്.
വേരിയബിളിന്റെ നെയിമിങ് ചെയ്യുമ്പോൾ അതിന്റെ റൂൾസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞത് ഡാറ്റ ടൈപ്സ്. എത്ര തരം ഡാറ്റ ടൈപ്സ്? ഡാറ്റ ടൈപ്സ് ഏതൊക്കെ പറയേ? ഇൻറ്റിജർ, ഫ്ലോട്ട്. ആദ്യം എന്ത് ചെയ്യാം, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമ്പേഴ്സിൽ ഇൻറ്റിജർ, അതുപോലെ തന്നെ ഫ്ലോട്ട്. ഓക്കെ, അടുത്തത് ക്യാരക്ടേഴ്സിൽ ഏതൊക്കെ? ക്യാരക്ടേഴ്സിൽ സ്ട്രിങ്സ്, അതുപോലെ തന്നെ ലിസ്റ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി. ഓക്കെ, ഡിക്ഷണറി, സെറ്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. ഇതിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തരം ഡാറ്റ ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് പറയാൻ പറ്റാവോ? 2 തരം ഡാറ്റ ടൈപ്സ് ഉണ്ട്, മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും. ഓക്കെ, മ്യൂട്ടബിൾ എന്താ മീൻ ചെയ്യുന്നത്? അതായത് ആരെങ്കിലും പറയാവോ? മ്യൂട്ടബിൾ എന്താ മീൻ ചെയ്യുന്നത്? നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആഡ്, അതുപോലെ തന്നെ മോഡിഫൈ, പിന്നെ ഡിലീറ്റ് ചെയ്യാനും കാര്യങ്ങൾ. ഡിലീറ്റ് ചെയ്യാൻ ഇമ്മ്യൂട്ടബിളും പറ്റും, പക്ഷെ ആഡ്, മോഡിഫൈ കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യാം? ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡാറ്റ ടൈപ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എന്ത് പഠിച്ചു? പ്രിന്റിന്റെ കൂടെ ആരാ ഹാൻഡ് റൈസ് ചെയ്തല്ലോ? ആരോ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തു. അറിയാതെ കൈകാട്ടിയതാണോ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പിന്നെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ എന്താ ചെയ്യണ്ടേ? പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 പാരാന്തസിസ് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഡബിൾ കോട്ട് ഇടുക, എന്നിട്ട് അതിൽ നമുക്ക് എന്താണോ കണ്ടന്റ് വേണ്ടേ അത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ പ്രിന്റ് എന്ത് ചെയ്തു? നമ്മളെ പ്രോഗ്രാമിന്റെ പേര് ഫൈറ്റിംഗ് എന്ന് കൊടുത്തു. അത് ഇവിടെ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഹലോ വേൾഡ് ഫൈറ്റിംഗ് വന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ വന്ന, അതായത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൈൻ ഒന്നും എഴുതാത്ത ലൈൻ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും? ആണ് നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾ പോവാം, വേരിയബിൾ എഴുതുക, അതായത് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പൊ എന്ത് ചെയ്യും? ഹലോ വേൾഡ് ഫൈറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ അവിടെ കൊടുത്ത് എന്ത് ചെയ്യും? നമുക്ക് അത് എറർ അടിക്കും. കാരണം എന്താ? നമുക്ക് ഇവിടെ ഒരു ഓപ്പറേഷനും ഇല്ല. ഇപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് A=5 എന്ന് കൊടുക്കും, എന്നാലും എന്ത് ചെയ്യും? അവിടെ എറർ അടിക്കും. കാരണം എന്താ? നമ്മളവിടെ ഈ അവിടെ പ്രിന്റ് എന്ത് ചെയ്തിട്ടില്ല? ആ A എന്ന് പറഞ്ഞ വേരിയബിൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹലോ വേൾഡ് 5 ഫൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 3 കാര്യങ്ങളും വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണ് ചെയ്യാന്നാണ്. ഇപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് ഇൻറ്റിജർ ആണ് എടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇൻറ്റിജറിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഇൻഡ് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഒരു ഇൻപുട്ട് എഴുതും. നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക? ഒരു വട്ടം കൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കിപ്പോ ഒരു നമ്പർ ആണ് വേണ്ടത്. ഇപ്പോൾ എൻ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് ചെയ്തു. പക്ഷെ ഇങ്ങനെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യൂല? നമുക്കിത് ഇത് വരില്ല. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും കൺസോളിൽ കാണിക്കില്ല. കാരണം എന്താണ്? നമ്മളിത് ആ ഓപ്പറേഷൻ പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ജസ്റ്റ് ഞാൻ പ്രിന്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ ജസ്റ്റ് A എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എൻ്റർ നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 5 എന്ന് പറഞ്ഞു. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ ഒരു മെസ്സേജ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റേഡ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യും? നമുക്ക് എൻ്റേഡ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും?
എന്റേഡ് നമ്പർ ഈസ് 6 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തേ നമ്മൾ ഇന്നലെ പഠിച്ച. ഓക്കെ, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും പറഞ്ഞു. ഇതുവരെ ക്ലിയർ അല്ലേ? ഞാൻ ഫാസ്റ്റ് ആയോ അതോ മനസ്സിലായോ? ഇന്നലെ കയറാതെ ആദ്യമായിട്ട് ഇന്ന് വരുന്നവർക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഇന്ന് വന്നവരൊന്ന് ചാറ്റില് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ എന്നൊന്ന് ടൈപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, അപ്പോ നമുക്ക് ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തതിലോട്ട് പോവാണ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ എന്താ ചെയ്തേ? നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗൂഗിൾ മാപ്പിന്റെ അല്ലെങ്കിൽ നമുക്ക് ഓടാണോ ഇവൻ ആണോ, അതുപോലെ തന്നെ അതായത് നമുക്ക് രണ്ട് കൂടുതൽ എന്തുണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ആ കണ്ടീഷൻസ് എന്ത് ചെയ്യണം? യൂസറോട് ചോദിച്ചിട്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പോ നമ്മളെല്ലാവരും 18 വയസ്സിന് അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലായവരാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? അത് 18 വയസ്സ് ആവാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിലായവർക്ക് എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ആ നോട്ട് എലിജിബിൾ ആണ്, അതുപോലെ തന്നെ യെസ് യു ക്യാൻ വോട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എലിജിബിൾ ഫോർ വോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ വരുന്ന കൺസെപ്റ്റുകൾ, അതായത് നമുക്ക് ഒന്ന് കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് കൺട്രോൾ എന്നും പറയും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ അതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോ സി ഒക്കെ പഠിക്കുമ്പോൾ ഈഫ്, എൽസ്, വൈല്, ഡു വൈല് അതൊക്കെ പഠിച്ചിട്ടില്ല. അതേപോലെ പൈത്തണിലും എന്തുണ്ട്? കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? ഈഫ്, അതുപോലെ തന്നെ എൽസ്, എല്ലീഫ്, ഡു, വൈൽ. ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ട് വരുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, മനസ്സിലായോ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈല് നമ്മൾ ഇതിനെ വൈല് ഒക്കെ എന്താ പറയാ? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഒരു ജസ്റ്റ് ഒരു PPT ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഇപ്പോ കണ്ടോ, നമുക്ക് എന്താണ്? നമുക്ക് രണ്ട് തരം കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് സെലക്ഷനും റിപ്പീറ്റേഷനും. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു, എലിജിബിൾ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അതോ നോട്ട് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സെലക്ഷൻ കോഡാണോ ഇവനാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ സെലക്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോ 1 to 100 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിലെന്ത് ചെയ്യണം? ഓഡ് നമ്പേഴ്സ് മാത്രം വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും കാര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈക്വൽസ്, നോട്ട് ഈക്വൽസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് വരിക. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് തുടങ്ങാം. എന്ത് ചെയ്യാം? ഈഫിൽ തുടങ്ങാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ യൂസർ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു നമ്പർ വാങ്ങി. എ ഇൻറ്റ് ഇൻപുട്ട് ഒരു നമ്പർ, എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ട് വാങ്ങി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈഫ് സിൻടാക്സ് പറയാം ഒന്ന്. അതായത് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവാൻ പറ്റും. അവിടെ എന്ത് ചെയ്തു? എ ഗ്രേറ്റർ ദാൻ 80. യൂസർ നമുക്ക് എന്താണ്? 18 മേലെ ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം? എലിജിബിൾ ഫോർ വോട്ട് എന്ന് കൊടുക്കും.
എലിജിബിൾ ഫോർ വോട്ട്. പിന്നെ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ 19 കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ടിൽ എലിജിബിൾ ഫോർ വോട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈഫിന്റെ സിന്റാക്സ് പറയുകയാണെങ്കിൽ ഈഫ് ഇടുക, ഫസ്റ്റ് ഈഫ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതായത് ഒരു എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടീഷൻ, നമുക്ക് എന്താണോ കണ്ടീഷൻ അത് വേണ്ടത് എഴുതുക, കണ്ടീഷൻ എഴുതുക. നമ്മളെ കണ്ടീഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു സെമി കോളൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ സ്പേസിങ് എന്തായാലും നിർബന്ധം വേണം. കാരണം എന്താണ്, നമുക്ക് പൈത്തൺ ഇൻഡന്റേഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് എന്താണ്, എപ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു സ്പേസ് കീപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അപ്പോ ഇവിടെ ഈ സ്പേസ് ഒഴിവാക്കി, ഈ സ്പേസ് ഒഴിവാക്കുകയാണെങ്കിൽ പൈത്തൺ റൺ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് മെയിൻ ആണോ ഇൻഡന്റേഷൻ എറർ എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻഡന്റഡ് ബ്ലോക്ക്. കാരണം എന്താ, ഇവിടെ നമുക്ക് ഒരു സിന്റാക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു സ്പേസ് വേണം. ഇൻഡന്റേഷൻ എന്തായാലും നിർബന്ധമാണ്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഈ ഇൻഡന്റേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ എപ്പോഴും സിന്റാക്സ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സെമി കോളനും നിർബന്ധമായിട്ട് ഇടണം. ഓക്കെ, ഇനി ഇപ്പോ ഈഫ് ഓക്കെ അല്ലേ, ഈഫ് കേസ് ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടോ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ 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 ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈഫ് കഴിഞ്ഞു. ഇനി എൽസിലും അതേ സെയിം കാര്യം. അപ്പോൾ എൽസിന് നമുക്ക് കണ്ടീഷൻ എഴുതേണ്ട കാര്യമല്ല. കാരണം എന്താണ്, ഓൾറെഡി 18 ഗ്രേറ്റർ ദാൻ 18 ആണ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ലെസ് ദാൻ 18 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നോട്ട് എലിജിബിൾ എന്ന് മാത്രം വിളിച്ചാൽ മതി. കാരണം എന്താ, 18 വയസ്സിന് നമ്മൾ ഒരു കണ്ടീഷൻ ഓൾറെഡി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാം, നോട്ട് എലിജിബിൾ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് റൺ ചെയ്ത് എന്ത് ചെയ്യും, 10 കൊടുത്ത് എന്ത് ചെയ്യും, നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇതാണ് ഈഫ് എൽസ് കണ്ടീഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്തത്, എനിക്ക് എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്ന് അറിയാം. അതായത് ഒരു നമ്പർ, യൂസർ കൊടുക്കുന്ന നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതോ 0 ആണോ എന്ന് എനിക്കറിയണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അവിടെ 3 കണ്ടീഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈഫ് എൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ? 3 കണ്ടീഷൻ വരുമ്പോൾ ഈഫ് എൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങൾ പറയുന്നത്? ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നമുക്ക് അവിടെ ഈഫ് എൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലേ? നമുക്കവിടെ മൂന്നാമതൊരു കാര്യം വേണ്ടേ? റെസ്പോണ്ട് ഇല്ലെങ്കിൽ ക്ലാസ് അതെ, എൽഈഫ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇനി അപ്പൊ 0ന്റെ മേലേക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ അവിടെ എന്ത് ചെയ്തു, 0ന്റെ മേലെ ആണെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്തു, അതിന് പകരം എൽഈഫിൽ എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ കൂടി കൊടുത്തു. ആ കണ്ടീഷൻ എന്താ, എൽഈഫ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ, നെഗറ്റീവ് നമ്പർ. പിന്നെന്താണ്, ഒരു കണ്ടീഷൻ കൂടി വരും. ഞാൻ അവിടെ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുകയാണ്, എൽഈഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിന്റ് 0. ഓക്കെ, ഇത് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. അത് ഇന്റർവ്യൂർ ഏജ് എന്നാണ്, അത് നമ്പർ ആക്കി ഇന്റർവ്യൂ എന്ത് ചെയ്തു, ഞാൻ 1 കണ്ടോ, യൂസർ പോസിറ്റീവ് നമ്പർ. അതേപോലെ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോ അടുത്ത കേസ് കൊടുക്കുകയാണ്. 4 ഇപ്പൊ എന്ത് ചെയ്തു, ഞാൻ 0 കൊടുത്തു. അപ്പൊ 0 എന്താണ്, കണ്ടോ 0. ഞാൻ കാരണം എന്താണ്, ഇവിടെ 0 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പ്രിന്റിന്റെ ഉള്ളിൽ 0 ആണ് കൊടുത്തത്. അപ്പൊ എന്താണ്, അത് 0 ആയിട്ട് വന്നു. ഓക്കെ,
മനസ്സിലായോ? സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഈഫും എൽലീഫും ഇപ്പൊ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു കാര്യം കൂടി കൊടുത്താണ്. എൽസിൽ ഇൻവാലിഡ്, എൽസിൽ എന്ത് ചെയ്തു, ഞാൻ ഒരു കാര്യം കൂടി കൊടുത്തു, പ്രിന്റ് ഇൻവാലിഡ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ അവിടെ ചെയ്യാൻ കൊടുക്കുന്നുണ്ടാണ് റേസ് ബാക്കർ. കാരണം എന്താണ്, നമ്മളിവിടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇന്ത്യയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല യൂസർ എന്ത് എന്ത് ചെയ്യുള്ളൂ, ഇൻഡിജർ, അതായത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലിറ്ററൽ എറർ അടിച്ചപ്പോ ഇവിടെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ വേറെ എന്തടിച്ചാലും എന്ത് ചെയ്യും, അവിടെ ഇൻവാലിഡ് ലിറ്ററലാ വരിക. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ലൂപ്പിലോട്ട് പോവാം. അതായത് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ഇപ്പൊ സെലക്ഷൻ ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ലിസ്റ്റിൽ ഞാൻ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി പറയാം. അതായത് നമുക്ക് എന്തുണ്ട്, കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിലുള്ള ഒരു ഓപ്പറേറ്റർ ആണ് എന്ത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതുപോലുള്ളതാണ് എന്ത്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, റിലേഷണൽ. പിന്നെ എന്തുണ്ട്, നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താന്ന് പറയാൻ പറ്റുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്താണ്, സാധാ പ്ലസ് മൈനസ് ആ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വൺ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെ വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ വരുന്നതാണ് എന്ത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നും നോട്ടിനും, അതായത് ഇന്നും നോട്ടിനും. നമുക്കൊരു വേരിയബിളിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ അവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, സെറ്റ്, പിന്നെ സെറ്റ് കൊടുത്ത് അതുപോലെ തന്നെ എന്ത് ചെയ്തു, ടിയോ, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഞാൻ SSET കൊടുത്തു. അതുപോലെ തന്നെ എന്താണ്, GCP കൊടുത്തു, CAK കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതില് എന്താണ്, നമുക്ക് ഫോർ എ, അതായത് I in A. ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, സെറ്റല്ലേ? എന്ത് ചെയ്യാണ്, നമ്മളിപ്പോ സെറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്ത് ചെയ്യാ, ജസ്റ്റ് പ്രിന്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാ, സെറ്റ് ഇൻ എ എന്ന് വിടും. പ്രിന്റ് സെറ്റ് ഇൻ എ. ഇപ്പൊ എന്ത് ചെയ്യും, നമുക്ക് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിപ്പോ എന്താണ്, സെറ്റ് ഇൻ എ എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഈ ലിസ്റ്റിൽ സെറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ലൂപ്പ് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഫോർ ലൂപ്പ് പഠിക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം, അതിന്റെ സിന്റാക്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ. ഇൻഡന്റേഷൻ പറഞ്ഞു, എൽഇഫ് പറഞ്ഞു, എൽസ് പറഞ്ഞു, എൽസിഫ് പറഞ്ഞു. ഇതൊക്കെ എന്താണ്, നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പറഞ്ഞു പോവുകയാണ്. ഓർഡർ ഇവൻ നെഗറ്റീവ്. പിന്നെ എന്ത് ചെയ്യാണ്, ഈ ക്വസ്റ്റ്യൻ ഇതൊന്ന് നോക്കണം. അതായത് റൈറ്റ് എ പ്രോ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അക്സെപ്റ്റ് എ നമ്പർ ഫ്രം ദ യൂസർ ബിറ്റ്വീൻ 1 and 7 and display the name of the day, like display Monday for 1, Tuesday for 2. അപ്പൊ അത് ചെയ്യാൻ എങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ M1 എന്ന് കൊടുക്കുക. M1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പൊ അതും കൂടി പറയാം. ഫോർ ലൂപ്പ് എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നം എടുക്കുക. നം എടുത്തിട്ട് ആ ഒരു ഇൻപുട്ട് എടുക്കുക. ഇൻപുട്ട് എടുത്തിട്ട് ഇൻപുട്ട് our same syntax and enter your number. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈഫിന്റെ ഉള്ളിൽ if num equal to 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് മൺഡേ. അങ്ങനെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ നമുക്ക് നമ്പർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ മൺഡേ മുതൽ സൺഡേ വരെയുള്ള നമ്പർ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇവിടെ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, എൽഇഫിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നം ഈക്വൽ ടു 2 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിന്റ് ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ കൊടുക്കും. അതേപോലെ റിപ്പീറ്റേഷൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, എൽസ് ഇപ്പൊ വേറെ ഏതെങ്കിലും 7ന്റെ ഇടയിലാണെങ്കിൽ 1 to 7 ഡേയ്സ് അല്ല. അപ്പൊ എന്ത് ചെയ്യുക, 7ന്റെ ഇടയിലാണെങ്കിൽ 7ന്റെ അപ്പുറം 8 ഒക്കെ എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് എൻ്റർ ദ വാലിഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസറോട് ചോദിക്കാം. ഓക്കെ. അപ്പോ ഇതൊന്നും കൂടി റൺ, എൻ്റർ യുവർ നമ്പർ 1. എന്ത് ചെയ്യും, നമുക്ക് അവിടെ മൺഡേ പ്രിന്റ് ആവും. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ മെയിൻ കൺസെപ്റ്റിലോട്ടായിട്ടുള്ള അടുത്ത ഫോർ ലൂപ്പ് പഠിക്കാം. റിപ്പീറ്റേഷനിൽ ആൾട്ടറേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലാണ് എന്ത് വരുന്നത്, ഫോറും വൈൽ ലൂപ്പും നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ. ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് റിപ്പീറ്റേഷൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഫോർ ലൂപ്പ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും,
സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതിൽ എന്നിട്ട് എന്തുണ്ടായിരിക്കും? ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ബോഡി ഓഫ് ഫോർ ലൂപ്പ് എന്ത് ചെയ്യും? വർക്ക് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മളെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഫോളോയിങ് ദ ലൂപ്പിൽ എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർ ലൂപ്പിന്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇതില് നമുക്ക് എന്ത് ചെയ്യണം? സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ 4i ലെറ്റേഴ്സ് 4i പൈത്തൺ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു മിനിറ്റ് ഒരു ഹലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 4i പൈത്തൺ. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പൈത്തണിലുള്ള ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ജസ്റ്റ് 4i പൈത്തൺ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രിന്റ് ഐ എന്ന് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈത്തണിലുള്ള ലെറ്റേഴ്സ്, അതായത് ഇവിടെയുള്ള ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സീക്വൻസ്, അതായത് ഒരു ഇങ്ങനെയുള്ള ഒരു ഓർഡറിൽ എന്ത് ചെയ്യും? പൈത്തണിൽ വരും. ഓക്കെ, മനസ്സിലായോ? ഫോർ ലൂപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല? സെറ്റ് അല്ലേ? ഫോർ ലൂപ്പ് മനസ്സിലായോ? ഒന്നുകൂടിയും പറയണോ? എന്താ വേണ്ടേ? ഫോർ ലൂപ്പ് ഒന്നുകൂടിയും പറയാമല്ലോ. ഹലോ, റെസ്പോൺസ്. ഓക്കെ, ഫോർ ലൂപ്പ് ഒന്നുകൂടി പറയണോ? എന്താ വേണ്ടേ? ക്ലിയർ ആയോ? ഹലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അടുത്ത എന്ത് ചെയ്യാം? നമ്മളിപ്പോ ലെറ്റേഴ്സ് സീക്വൻസ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരു എന്ത് ചെയ്യാം? 10ന്റെ മൾട്ടിപ്പിൾസ് എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഗിവൻ റേഞ്ചിൽ പ്രിന്റ് ചെയ്യണം. അതായത് ഇപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസ് ഒരു ഗിവൻ റേഞ്ചിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് ഫോർ ലൂപ്പിൽ. അതിൽ വരുന്നതാണ് എന്ത്? അതായത് റേഞ്ച് ഫംഗ്ഷൻ. അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് ഇപ്പോൾ 1 മുതൽ എന്ത് ചെയ്യണം? 1, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? 1 മുതൽ 100 വരെ കൊടുക്കും. 1 to 100 ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? രണ്ട് സംഖ്യ എന്ത് ചെയ്യണം? ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തു ഞാൻ? 2 കൊടുക്കും. അപ്പൊ എന്തായി? നമുക്ക് പ്രിന്റ് ആയി. ഒരു ബേസിക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, റേഞ്ച് ഫംഗ്ഷന്റെ ഉള്ളിൽ, അതായത് ഇങ്ങനെ വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഏതാണോ നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റെപ്പ്, അത് എത്ര സ്റ്റെപ്പ് വേണം? ഇപ്പൊ 2 കളഞ്ഞിട്ട് 3 വേണം. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ 1 കളയണം. അപ്പോൾ അവിടെ എന്താണ്? എത്ര സ്റ്റെപ്പ് നമുക്ക് വേണം അത് കൊടുക്കുക. സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്, സ്റ്റോപ്പ് കൊടുക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് കൊടുക്കുക. ഇതാണ് റേഞ്ച് ഫംഗ്ഷന്റെ സിന്റാക്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് എന്ത് ചെയ്യാം? നമുക്കൊന്ന് 10ന്റെ മൾട്ടിപ്പിൾസ് ഗിവൻ റേഞ്ചിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യാം? ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഫോർ നമ്മിങ് റേഞ്ച് 5, 5ന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് പ്രിന്റ് നം ഇൻറ്റു 10. ഇപ്പൊ എന്ത് ചെയ്യും? എന്തായി? 0, 10, 20, 30,
40 around. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത് മനസ്സിലായില്ലേ? ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫോർ നമ്പേഴ്സ് ഇൻ എ ഗിവൻ റേഞ്ച്. ഒരു ഗിവൻ റേഞ്ചിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യും. 4ന്റെ 2-3 എക്സാമ്പിൾസും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലിസ്റ്റ് ക്രിയേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ അത് ജസ്റ്റ് ഒന്ന് മെമ്പർഷിപ്പ് എന്ത് ചെയ്യുക? ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ, ചെറി, പിന്നെ ബനാന കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യാണ്? ഫ്രൂട്ട്സ്. അതായത് എന്താണ് ഇവിടെ എന്താ പറയുന്നത്? നമ്മളെ ഇവിടെ കൊടുക്കുന്നില്ലേ, ഈ നേരത്തെ നമ്മൾ എന്താ കൊടുത്തത്? ആണ് കൊടുത്തത്. നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് അതാണ് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് എന്താണ്? ഈ ഫ്രൂട്ട്സിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഫ്രൂട്ട്സിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ഫ്രൂട്ടിലോട്ട് പോവാണ്. മനസ്സിലായോ? അതായത് ഈ ഫ്രൂട്ട്സ് ഇല്ലേ, ഈ ഫ്രൂട്ട്സിലുള്ള വാല്യൂസ് ഈ ഫ്രൂട്ടിലോട്ട് പോകും. എങ്ങനെ? അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പോകും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? പ്രിന്റ് ജസ്റ്റ് എന്ത് ചെയ്യുക? ഫ്രൂട്ട്. അത് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആപ്പിൾ, ചെറി, ബനാന എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രിന്റ് ആവും. ഓക്കെ, കത്തിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത് എന്ത് ചെയ്യാം? നമുക്ക് 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യണം. 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യണം. ഇത് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് മൾട്ടിലൈൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്തിടുകയാണ്. ഓക്കെ, അത് ഞാൻ കമന്റ് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ഫോർ ഐ. പിന്നെ എന്ത് ചെയ്യാണ്? ഐ റേഞ്ച് 1 മുതൽ 6 വരെ. ഇവിടെ 6, ഇപ്പൊ ഇവിടെ 5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 4 വരെ മാത്രമേ വരുള്ളൂ. ഇവിടെ 6 ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 5 സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് പ്രിന്റ് ഐ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 1 മുതൽ 5 വരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഫോർ ലൂപ്പിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ ഫോർ ലൂപ്പ് വരുന്നത്. ഓക്കെ, ഇതില് ഡിക്ഷണറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്ത് ചെയ്യാം? നമുക്ക് ഡിക്ഷണറിയിൽ സ്ട്രിങ്ങും ലിസ്റ്റും കൂടുതലായി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സ്ട്രിങ് മാനിപ്പുലേഷൻസും കാര്യങ്ങളും സ്ട്രിങ്ങിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനെ പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോർ ലൂപ്പിൽ ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഈ സെയിം കോഡിൽ എന്ത് ചെയ്യണം? നമുക്ക് ലൂപ്പ് ബ്രേക്ക് ചെയ്യണം. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു നമ്പർ, ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കാൻ. ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ അവിടെ ഐ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ആ കണ്ടീഷൻ എന്ത് ചെയ്യണം? അവിടെ ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ സംഭവിക്കുക? അവിടെ ഈ 1 മുതൽ ഇപ്പോൾ ഇവിടെ വന്നില്ലേ 3, 4, 5 എന്ത് ചെയ്യും? ഐ ഈക്വൽ ടു 3. ഇപ്പോൾ 1, 2, 3, 4, 1 മുതൽ 6 വരെ പ്രിന്റ് ആവും. പക്ഷെ എന്ത് ചെയ്യും? നമ്മളിവിടെ ഈഫ് കണ്ടീഷനിൽ ഐ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? 3 അവിടെ സ്റ്റോപ്പ് ആവും. 3 2 അവിടെ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാണെങ്കിൽ എന്ത് ചെയ്യാം?
if I equal to equal to right? ഒരു മിനിറ്റ്. Indentation. ഓ അത് ലൂപ്പിന്റെ പുറത്തായിട്ടാ. ഓക്കെ 1 2 മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്തത്? എന്ത് ചെയ്തു? നമ്മൾ റേഞ്ചിൽ 1 സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോപ്പിൽ എന്ത് ചെയ്തു? 6 കൊടുത്തു, റേഞ്ചിൽ കാര്യങ്ങൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഈഫിൽ നമ്മളെ നമ്പർ ഈക്വൽ ടു 3 ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് 1ഉം 2ഉം മാത്രമേ പ്രിന്റ് ആവൂ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? 3 മാത്രം എന്ത് ചെയ്യില്ല, 3 മാത്രം വരില്ല, ബാക്കി എല്ലാ നമ്പേഴ്സ് എന്ത് ചെയ്യും? പ്രിന്റ് ആവും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി വരുന്ന അടുത്തൊരു കൺസെപ്റ്റ് ആണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൽ ലൂപ്പും സെയിം ആസ് തന്നെ വരുന്ന എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ബോഡി ഓഫ് വൈൽ ലൂപ്പ് ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോളോയിങ് ദ വൈൽ ലൂപ്പിൽ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബ്രേക്കും കണ്ടിന്യൂ പഠിച്ച് എന്ത് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ വൈൽ ലൂപ്പിലോട്ട് പോവാം. വൈലിലോട്ട് പോവാം. ഇപ്പൊ ഞാനിവിടെ വൈൽ ലൂപ്പ് ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. വൈൽ, അതായത് I ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സെയിം ആസ് വൈൽ കണ്ടീഷൻ കൊടുത്തു. വൈൽ 5 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്തു? പ്രിന്റ് I. ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കാതെ നോക്കി, ഇവിടെ ഒന്നും വന്നില്ല. കാരണം എന്താ? നമുക്ക് അവിടെ ഒന്നും വന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1 മുതൽ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൗണ്ട് ഈക്വൽ ടു 1. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് ചെയ്തു? കൗണ്ട് ഈക്വൽ ടു 1. എന്നിട്ട് എന്ത് ചെയ്യുക? വൈൽ ലൂപ്പ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് സെയിം ആസ് പ്രിന്റ് കൗണ്ട്
പ്രിന്റ് കൗണ്ട് കൊടുത്തു. പ്രിന്റ് കൗണ്ട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, കണ്ടോ ഇവിടെ എന്ത് ചെയ്യാണ്, 1 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, എക്സിക്യൂട്ട് ചെയ്ത് കണ്ടോ, ഇതാണ്ടോ. കാരണം അതെന്ത് ചെയ്യാണ്, നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ വൈൽ ലൂപ്പ് എപ്പോഴും എന്ത് ചെയ്യും, എപ്പോഴും അവിടെ എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ലൂപ്പ് നിർത്താതെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. ഇപ്പൊ എന്ത് ചെയ്യും, ഇനിയിപ്പോ നോക്ക്, ഓക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇതാണ് 1 to 5 വരെ വന്നു. പക്ഷെ നമ്മളിത് ഇവിടെ ഞാൻ അത് കുറെ കമന്റ് ചെയ്തില്ല. ഇപ്പൊ എന്താ സംഭവിക്കാൻ നോക്കി, കണ്ടോ, അതെന്ത് ചെയ്യും, ഇൻഫിനൈറ്റ് ലൂപ്പായിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൗണ്ട് ഈക്വൽ ടു പ്ലസ്, ഇതിന്റെ മീൻ ചെയ്യുന്നത് കൗണ്ട് ഈക്വൽ ടു നം പ്ലസ് 1 ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ മീൻ ചെയ്യുന്നത്. കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 മീൻ ചെയ്യുന്നത് എന്താണ്, കൗണ്ട് ഈക്വൽ ടു നം പ്ലസ് 1 ആണ് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ കണ്ടോ ഇങ്ങനെ വന്നത് കണ്ടല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് വിത്ത് യൂസർ ഇൻപുട്ട് ചെയ്തോക്കാം. ഞാൻ എന്ത് ചെയ്തു, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, പാസ്വേഡ്. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, വൈൽ പാസ്വേഡ് നോട്ട് ഈക്വൽ ടു പാസ്വേഡ് യൂസർ കയ്യിൽ നിന്ന് വാങ്ങി, പാസ്വേഡ് യൂസർ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവാണ്. ഇൻപുട്ട് എൻ്റർ യുവർ പാസ്വേഡ്, ദ പാസ്വേഡ് അക്സെപ്റ്റഡ്, ആക്സസ്. ഇപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യാം, എ കൊടുത്തു. ഇപ്പൊ കണ്ടോ ഇൻവാലിഡ്, ഒരു മിനിറ്റ്, ഇവിടെ ഇന്റിന്റെ ആവശ്യമില്ല, അവിടെ നമ്പർ എടുക്കുന്നില്ല, നമ്മൾ ഓൺലി സ്ട്രിങ് മാത്രം എടുക്കുന്നു. എന്ത് ചെയ്യാം, നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, പാസ്വേഡ് 1 2 3 പൈത്തൺ 1 2 3 ആണെങ്കിൽ എന്ത് ചെയ്യും, പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യും യൂസർ. അവിടെ ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ആൻസർ 1 2 3 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ആ ലൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, ഇപ്പൊ എന്ത് ചെയ്യാണ്, അടുത്ത പാസ്വേഡ് അത് നമ്മൾ എപ്പോഴാണോ കറക്റ്റ് പാസ്വേഡ് അടിക്കുന്നത് അതുവരെ എന്ത് ചെയ്യും, ആ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ പൈത്തൺ 1 2 3 എന്ത് ചെയ്യും, പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വൈൽ ലൂപ്പ് പഠിക്കാനാണ്. ബുദ്ധിമുട്ട് എന്നല്ല, കുറച്ച് തലമുണ്ടാക്കേണ്ട കാര്യമാണ് എന്ത്, വൈൽ ലൂപ്പ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വൈൽ ലൂപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്താണ്, വൈൽ ലൂപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇന്ന് അടുത്ത എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്ത പോർഷൻസ് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വേണോ, റിപ്പീറ്റ് ചെയ്യണോ? ഹലോ, നിങ്ങളെടുത്ത് ഫാസ്റ്റ് ആയി, ഇന്നലെ അറ്റൻഡ് ചെയ്തവര്. ഓക്കെ, വൈൽ ലൂപ്പ് ഒന്നും കൂടി പറയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ കണ്ടു, നമ്മളിവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് യൂസർ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി
വൈൽ പാസ്വേഡ് ഈക്വൽ ടു പൈത്തൺ 123 അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാസ്വേഡ് ഈക്വൽ ആണോ എന്ന് നോക്കും. ഇവിടെ യൂസർ തരുന്ന പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്തു, യൂസർ ആയിരുന്നു വാങ്ങി. ആ പാസ്വേഡ് എന്ത് ചെയ്യും, ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പാസ്വേഡ് എൻ്റർ ദ പാസ്വേഡ് കണ്ട ആ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യൂസർ എപ്പോഴാണോ ഈ പൈത്തൺ 123 എന്ന് ടൈപ്പ് ചെയ്യുന്നത്, ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാസ്വേഡ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ QW ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഏത് പാസ്വേഡ് കൊടുത്താലും എന്ത് ചെയ്യും, ആ ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് ഓക്കെ ആവുന്ന ആ സമയം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇവിടെ കൊടുത്ത പ്രിന്റിന്റെ ഉള്ളിൽ കൊടുത്ത മെസ്സേജ് വർക്ക് ചെയ്യുള്ളൂ. അതാണ് പറഞ്ഞത്. വൈൽ ലൂപ്പ് ഒന്നുകൂടി പറയാനല്ല പറഞ്ഞു. ഓക്കെ, വൈൽ ലൂപ്പ് ആദ്യം പറഞ്ഞത് എന്താണ്, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. കണ്ടോ, ഈ കോഡ് നോക്ക്, പ്രിന്റ് ഐ ആസ് ലോങ് ആസ് ഐ ലെസ് ദാൻ 6. എന്ത് ചെയ്തു, യൂസർ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തത്. എന്നിട്ട് ഈ ഐ ലെസ് ദാൻ 6 ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിന്റ് ഐ ചെയ്യും. ഒരു കോഡ് കണ്ടു, ഐ 1 2 3 4 5 എന്ന് കണ്ടു. കാരണം ഇവിടെ ഈ ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തത് എന്തിനാ, നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഈ ഐ പ്ലസ് ഈക്വൽ ടു 1 ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഈ പ്രിന്റ് ഐ എന്ന് കൊടുത്തപ്പോ ഞാൻ എക്സാമ്പിൾ കാണിച്ചു, നേരത്തെ പറഞ്ഞു തന്നു. ഇപ്പൊ ഇവിടെ നോക്ക്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കണ്ടോ ഇവിടെ റിപ്പീറ്റ് ആയി വന്നില്ല. ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യാണ്, ഈ വാല്യൂ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഐ ഈക്വൽ ടു 1 ആണ്. ഫസ്റ്റ് ഐ ഈക്വൽ ടു എത്ര, 1 ആണ്. ഐ ഈക്വൽ ടു 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ കണ്ടീഷൻ എന്താ, ഐ ലെസ് ദാൻ 6 ആണ്. അപ്പൊ എന്ത് ചെയ്യും, ആ 6 പിന്നെ എന്താ കൊടുക്കുന്നത്, പ്രിന്റ്. ആ കണ്ടീഷൻ എന്ത് ചെയ്യും, ഐ ഈക്വൽ ടു 1 ആണ്. അപ്പൊ എന്ത് ചെയ്യും, 1 പ്ലസ് 1 ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, 2i. പിന്നെ എന്ത് ചെയ്യും, ആ ലൂപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും. കാരണം എന്താ, അവിടെ 6 വരെ. അപ്പൊ 2 പ്ലസ് 1, 2 പ്ലസ് 1 എത്ര, 3. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് 6 വരെ എന്ത് ചെയ്യും, 5 വരെ നമുക്ക് എന്ത് ചെയ്യും, ലൂപ്പ് വർക്ക് ചെയ്യും. ഇതാണല്ലോ 1 2 3 4 5 എന്ന്. ഓക്കെ, അതിൽ വരുന്ന ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് നമുക്ക് നേരത്തെ പഠിച്ച സെയിം കാര്യം തന്നെ അതിൽ എന്ത് ചെയ്തു, ഈ 5 ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് ചെയ്യും, ആ 3ന്റെ അവിടെ